നടൻ നിവിൻ പോളിയെ വ്യാജ കേസിൽ കുടുക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ നിർമ്മാതാവ് PS ഷംനാസിനെതിരെ വൈക്കം മജിസ്ട്രേറ്റ് കോടതി ജാമ്യമില്ലാ കുറ്റം ചുമത്തി. വ്യാജരേഖകളും സത്യവാങ്മൂലവും നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിനാണ് നടപടി. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി. നിവിൻ പോളിയെ വ്യാജ കേസിൽ കുടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ നിർമ്മാതാവ് PS ഷംനാസിനെതിരെ കടുത്ത നടപടിയുമായി കോടതി. വൈക്കം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷംനാസിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി ഉത്തരവിട്ടത്. വ്യാജരേഖകളും തെറ്റായ സത്യവാങ്മൂലവും സമർപ്പിച്ച് കോടതിയെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനാണ് നിർമ്മാതാവ് ശ്രമിച്ചതെന്ന് കോടതി നിരീക്ഷിച്ചു. നീതി നടപ്പിലാക്കാൻ പ്രോസിക്യൂഷൻ നടപടി അനിവാര്യമാണെന്ന് വ്യക്തമാക്കിയ മജിസ്ട്രേറ്റ് അർച്ചന കെ ബാബു 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ആക്ഷൻ ഹീറോ പിജു 2 എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിവിൻ പോളിയും സംവിധായകൻ എബ്രഡ് ഷൈനും തന്നെ 2 കോടി രൂപയോളം വഞ്ചിച്ചു പണം തട്ടിയെടുത്തു എന്നായിരുന്നു ഷംനാസിന്റെ ആദ്യ ആരോപണം. ഇതിനായി വൈക്കം കോടതിയെ സമീപിച്ച ഷംനാസ് മറ്റു കോടതികളിൽ കേസുകൾ നിലവിലില്ലെന്ന് വ്യാജ സത്യവാങ്മൂലം നൽകി നിവിൻ പോളിക്കെതിരെ FIR എടുക്കാൻ ഉത്തരവ് സമ്പാദിച്ചിരുന്നു. എന്നാൽ എറണാകുളം കൊമേഴ്ഷ്യൽ കോടതിയിൽ ഇതേ വിഷയത്തിൽ തർക്കം നിലനിൽക്കുന്നുണ്ടെന്ന കാര്യം മറച്ചുവെച്ച് ഷംനാസ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതിനു പുറമെ നിവിൻ പോളിയുടെ വ്യാജ ഒപ്പിട്ട് രേഖകൾ ചമച്ചതും കോടതി കണ്ടെത്തി. നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ അട്ടിമറിക്കാൻ ബോധപൂർവം ശ്രമം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഇപ്പോൾ ക്രിമിനൽ നടപടികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്.